കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വചനങ്ങൾ. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആർ അറിയും? അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ നാം പ്രാപിച്ചത്. വാക്യം 15, ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. നല്ല വചനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അല്പസമയം ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് കർത്താവിൻ്റെ വചനം പറയാനാണ് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. ഇന്ന് വചനമല്ല, ഒരു ആത്മീക ശുശ്രൂഷയിലേക്കാണ് നമ്മുടെ ചിന്തകളെയും മനസ്സുകളെയും നമ്മൾ കൊണ്ടുവരാനായിട്ട് പോകുന്നത്. ധന്യനായ പൗലോസ്ലീഹ ഈ ലേഖനം എഴുതിയത് കൊരിന്തിലെ സഭയ്ക്കാണ്. കൊരിന്തിലെ സഭയെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ഒരു കൃപാവരത്തിനും കുറവില്ലാത്തൊരു സഭയാണ് കൊരിന്ത്യ സഭ. നമ്മുടെ ഈ സഭയിൽ കൃപാവരത്തിന് കുറവുണ്ടോ എന്ന് ചോദിച്ചാൽ പല കൃപാവരങ്ങൾക്കും കുറവുണ്ട്. കർത്താവിന് സ്തോത്രം. കാരണം നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, അന്യഭാഷ കൊണ്ട് നമ്മുടെ എല്ലാ പരിപാടിയും തീർന്നു. അതിനപ്പുറത്തോട്ട് ചിന്തിക്കുന്നുമില്ല, ധ്യാനിക്കുന്നുമില്ല, ആഗ്രഹിക്കുന്നതുമില്ല. എന്നാൽ അങ്ങനെയല്ല ബൈബിൾ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. കൃപാവരങ്ങളെ വാഞ്ചിക്കണമെന്ന നിങ്ങൾ ശ്രദ്ധിക്കുക. പൗലോസ് കൊരിന്തിലെ സഭയോട് പറയുകയാണ്, ആ സഭയ്ക്ക് ഒരു കൃപാവരത്തിനും കുറവില്ല. ഈ കൃപാവരങ്ങളുടെ വിശേഷതകളൊക്കെ ചില മിനിറ്റുകൾ കൊണ്ട് നിങ്ങളുടെ മനസ്സിലോട്ട് ഞാനൊന്ന് കൊണ്ടുവരാനായിട്ട് ആ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. കർത്താവിന് സ്തോത്രം. ഇവിടെ പൗലോസ് പറയുകയാണ്, നമുക്കോ ദൈവം തന്നെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ പറയാം, നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, ദൈവത്തിൻ്റെ കണ്ണുകൾക്ക് ഒരു മറയുമില്ല. സ്തോത്രം. അവൻ്റെ മുമ്പിൽ സകലതും നഗ്നതും മലർന്നതുമായി കിടക്കുന്നു. പത്രോസിൻ്റെ അടുക്കൽ ഒരു കരം കൊടുക്കുന്നവർ വന്ന് ചോദിച്ചു, യേശു കരം കൊടുത്തു എന്ന് ചോദിച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞു പത്രോസ്. അവിടെ കർത്താവിന് സ്തോത്രം. കുറച്ച് കഴിഞ്ഞപ്പോൾ പത്രോസിനോട് കർത്താവ് ചോദിച്ചു, കരം കൊടുക്കേണ്ടത് അല്ലയോ എന്ന് ചോദിച്ചു. ഊവെന്ന് പറഞ്ഞു. എന്നാ പറഞ്ഞു, നീ കടലിൽ ചെന്നൊരു ചൂണ്ടയിട്, ആ ചൂണ്ടയിൽ ഒരു മീൻ കൊത്തും, ആദ്യം കിട്ടുന്ന മീൻ്റെ വായ്ക്കകത്ത് ഒരു ചതുർമ്മം പോണം ഇരിപ്പുണ്ട്, അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കൊടുക്കാൻ പറഞ്ഞു. അനേക മൈലുകൾ ആഴമുള്ള കടലിനകത്ത്, അനന്തകോടി മത്സ്യങ്ങൾ പെറ്റുപെരുകിയ കടലിനകത്ത് ഒരു ചതുർബ്രഹ്മപ്പണം വിഴുങ്ങിയ മത്സ്യത്തെ കാണാൻ എൻ്റെ ദൈവത്തിൻ്റെ കണ്ണിന് മറയില്ല. കുനിഞ്ഞു നോക്കി നടക്കുന്ന യാത്രയിൽ ആരും കാണാതെ അത്തിയുടെ മേളിൽ കയറി പച്ചലയ്ക്കകത്ത് പച്ചയുടുപ്പിട്ട് മറഞ്ഞിരുന്ന സക്കായിയെ പേര് വിളിച്ച് താഴെ ഇറക്കാൻ എൻ്റെ ദൈവത്തിന് മറയില്ല. രാത്രി മുഴുവൻ ശൂന്യത അനുഭവിച്ച് വഴിമുട്ടിയെന്ന് പറഞ്ഞവൻ്റെ വള്ളത്തെ കയറി അവൻ്റെ വള്ളത്തിനടിയിൽ വെളിപ്പെട്ട മീനെ വെളിപ്പെടുത്തി കൊടുക്കാൻ എൻ്റെ ദൈവത്തിൻ്റെ കണ്ണിന് മറയില്ല. അപ്പൊ തുടക്കത്തിലേ പറയാം, ദൈവത്തിൻ്റെ കണ്ണിന് ഒന്നും മറവല്ല. ദാവീദ് സങ്കീർത്തനം എഴുതിയപ്പോൾ ചോദിച്ചു, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടെ പോകും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്, ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെയും നിന്റെ ആത്മാവിനെ നടത്തും. കേട്ടോ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ കണ്ണുകൾക്കൊന്നും മറവല്ല. അപ്പൊ ദൈവത്തിന്റെ കണ്ണിന് മറവല്ലാത്തത് കൊണ്ട് നമുക്ക് വിടുതല കിട്ടുമെന്നല്ല. യേശു പറയുകയാണ്, എൻ്റെ അതേ ആത്മാവ് നിനക്ക് തന്നേക്കുവാ. എന്തിനാ പറയാ? നിനക്കത് വെളിപ്പെട്ട് കിട്ടണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഈ വെളിപ്പെടുത്തുക എന്ന പദത്തിലോട്ട് നിങ്ങളുടെ ശ്രദ്ധകളെ കൊണ്ടുവരിക. അവിടെ എഴുതിക്കുക, ദൈവമോ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തി. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇന്ന് പ്രേയറിന് വന്ന എല്ലാ ദൈവമക്കളും കൊതിക്കണം,
ബൈബിള് വായിച്ചുള്ള അറിവ് മാത്രമല്ല, ദൈവം ചിലതൊക്കെ വെളിപ്പെടുത്തി തരണം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ദൈവം ചിലതൊക്കെ? സ്തോത്രം. ഞാൻ ഒരിക്കല് സ്തോത്രം ഒരു ചെറിയ വീട്ടിൽ ഒരു മീറ്റിങ്ങിൽ പ്രസംഗിക്കുക. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 7 വർഷം പുറകില. ഒരു ചെറിയ വീട്ടില് ഒരു ഫാം ഹൗസിലാണ്. അതിനകത്ത് ദൈവത്തിന് സ്തോത്രം ഒരു വീട്ടിൽ പ്രസംഗിക്കുമ്പം എൻ്റെ മുമ്പിൽ ഒരു ചെറുപ്പക്കാരനിരുന്നു. ആ പുള്ളിക്കാരൻ ഏകദേശം ഒരു 32 വയസ്സ് കാണും. അദ്ദേഹത്തിൻ്റെ വൈഫും ഉണ്ട്, 2 കുഞ്ഞുങ്ങളും ഉണ്ട്. അദ്ദേഹം ആരാന്ന് എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടില്ല. അദ്ദേഹത്തോട് ദൈവം സംസാരിക്കുക. പ്രവചനം എന്ന് പറഞ്ഞാൽ ദൈവശബ്ദമാണ്. ദൈവം സംസാരിക്കുകയാണ്. ഇങ്ങനെ സംസാരിക്കുന്നത്. സ്തോത്രം. നിനക്ക് വേണ്ടതെല്ലാം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. നിനക്ക് വേണ്ടതെല്ലാം ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. യോഗമെല്ലാം കഴിഞ്ഞു. സ്തോത്രം. ഫുഡ് കഴിക്കുന്ന സമയത്ത് ആ ഫാം ഹൗസിൻ്റെ ഓണർ പറഞ്ഞു, ഇവൻ അപ്പനും ഇല്ല അമ്മയും ഇല്ല, ഇവൻ ഇവിടെ ഈ ഫാം ഹൗസിൽ ചെറിയ ചെറിയ ജോലി ചെയ്ത് ജീവിക്കുന്ന ആളാണ്. സ്തോത്രം. വൈകിട്ടത്തെ യോഗത്തിൽ പ്രസംഗിച്ചപ്പോഴും ആരോടും പ്രവചിച്ചില്ല, ഇവനോട് മാത്രം പ്രവചിച്ചു. നിനക്ക് വേണ്ട വീട്, നിനക്ക് സഞ്ചരിക്കുന്ന വണ്ടി, നിന്റെ കുഞ്ഞിന്റെ ഭാവി എല്ലാം ഒരുക്കിയേക്കുക. ഞാൻ എന്തുവാന്നാ പറയാൻ പോകുന്നത്. ഇവനിത് കേട്ടിട്ട് ഒരു ചലനവും ഇല്ല. സത്യം കേൾക്കണം. ഹല്ലേലൂയ. ഒരു 3 വർഷം കഴിഞ്ഞു. 3 വർഷം. സ്തോത്രം. അപ്പോൾ പോരാൻ നേരത്ത് അവൻ എൻ്റെ വണ്ടിയൊക്കെ കഴുകി തന്നു. വണ്ടിയൊക്കെ കർത്താവിൻ്റെ സ്തോത്രം. ഞാൻ തന്നെ ഓടിച്ചു പോകുന്ന സമയം എൻ്റെ വണ്ടിയൊക്കെ കഴുകി തന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയായിട്ട് തോളിലൊക്കെ തട്ടി, എടാ എല്ലാം ദൈവം ഒരുക്കോടാ എന്നൊക്കെ പറഞ്ഞു പോയി. 3 വർഷം കഴിഞ്ഞപ്പോൾ എന്നെ ഈ ഫാം ഹൗസ് നടത്തിയ പുള്ളി എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഒരു ഹൗസ് വാമിങ് നടത്താൻ വരണമെന്ന് പറഞ്ഞു. ഒരു ഹൗസ് വാമിങ്. സ്തോത്രം. ഞാനവിടെ ചെന്നപ്പം ഈ പയ്യനോടുണ്ട്. ഞാൻ അന്ന് പോയ വീട്ടിൽ തന്നെയാണ് പോയത്. അപ്പോൾ പയ്യനോട് ഉണ്ടാവും. പറഞ്ഞു, ഞാൻ ചോദിച്ചു, മോനെ എന്നോട് വിശേഷം? സുഖമായിരിക്കുന്നു. എവിടാ ഇന്ന് വീട് ദൃശ്യം? അല്ല പപ്പ പറഞ്ഞു, അങ്കിള് പറഞ്ഞു ഇവിടെ പ്രാർത്ഥനയാണ്. ഞാൻ പറഞ്ഞു, എന്നാൽ എനിക്ക് കേട്ട തെറ്റിയായിരിക്കും. കാര്യം ഇവൻ പറയുക ഹൗസ് വാമിങ് ഒന്നും ഇല്ലെന്ന്. ഞാനവിടെ വന്നു കഴിഞ്ഞ് അങ്കിളും വന്നു. എന്നാൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഇവനെയും കയറ്റി, ഇവൻ്റെ ഭാര്യയും കയറ്റി, പിള്ളേരെയും കയറ്റി പോവാം. ചെന്നപ്പം മനോഹരമായൊരു വീട്. അപ്പൊ ഇവ വണ്ടി ഇരുന്ന് ചോദിക്കുക, ഞാൻ ആ വണ്ടിയിലുണ്ട്. അങ്കിൾ ഇത് ആരുടെ വീടാ? നീ വാടാ, ഒരാടെ വീടാ. അടിപൊളി വീടാ. അപ്പൊ പുള്ളി വണ്ടി ഇരുന്ന് ചോദിക്കുക, നിനക്ക് ആഗ്രഹമുണ്ടോ ഇങ്ങനൊരു വീട് വെക്കണം? ഉണ്ടോന്നോ? പുള്ളി ആ വണ്ടിയെ ഇരുന്നുകൊണ്ട് തന്നെ കയ്യോ, കർത്താവേ ഇങ്ങനൊരു വീട് തരണേ. അപ്പൊ പുള്ളി പറഞ്ഞ്, പേടിക്കണ്ട, നിനക്ക് ഞാൻ പണിത വീടാ. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ലോഡ്. ഞാൻ ആ പുള്ളി അദ്ദേഹത്തിന് വീട് വെച്ച് ആ വീടിനകത്ത് ഒരു പുതിയ കാറ് വാങ്ങിച്ചു കൊടുത്ത് ഇവനെ എല്ലാം കൊടുക്കുവാന്ന്. ഞാൻ അതെല്ലാം പ്രതിഷ്ഠിച്ചതും കൊടുത്തതുമെല്ലാം. ഞാൻ പോരാൻ നേരത്ത് പുള്ളിയോട് ചോദിച്ചു, എന്നാച്ചാൻ ഈ ആശയം ഉണ്ടായി? എന്നോട് പറഞ്ഞു, ഇവനോട് ഒരിക്കൽ പാസ്റ്റർ പ്രവചിച്ചന്ന എനിക്കൊരാശയം ഉണ്ടായി, ഇവനൊരു വീട് വെക്കണമെന്ന്. 3 വർഷമായി ഞാൻ പരിശ്രമിച്ചു. എൻ്റെ നന്മയുടെ ഒരു ഭാഗം മാറ്റിവെച്ച് സ്ഥലം വാങ്ങിച്ചു, വീട് പണിതു, ഇവന് വേണ്ടതെല്ലാം കൊടുത്തു. ഇവിടെ കുഞ്ഞുങ്ങളുടെ പേരിൽ ഓരോ FD വിട്ടു കൊടുത്തു. ഞാനിവിടെ എന്താ പറയാൻ പോകുന്നതെന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. നിന്റെ ഒന്നുമില്ലായ്മയിൽ നീ കരഞ്ഞോണ്ട് നടക്കരുത്. ദൈവത്തിൽ നിന്നുള്ള അറിയിപ്പുകൾ സ്വീകരിക്കണം. അതിന് പ്രവചനം കേൾക്കാൻ പോണമെന്നല്ല, നിനക്ക് ചിലതൊക്കെ ദൈവം വെളിപ്പെടുത്തി തരും. നീ ആരാകുമെന്ന് ദൈവം വെളിപ്പെടുത്തി തരും. ഈ ബൈബിള് മുഴുവൻ നിങ്ങൾ പഠിക്കണം. നമ്മൾ ബൈബിളിലെ ചില വചനങ്ങൾ നിങ്ങളുടെ മനസ്സിലോട്ട് ഞാനൊന്ന് കൊണ്ടുവരാം. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തൊട്ടുവെച്ച് പറ, ചിലത് വെളിപ്പെട്ട് കിട്ടാൻ പ്രാർത്ഥിക്കാൻ പറ. ദൈവത്തിന് സ്തോത്രം. പൗലോസ് ഫിലിപ്പിയ സഭയോട് പറയുമ്പോൾ പൗലോസ് പറയുകയാണ്, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുമ്പിലുള്ളത് ആഞ്ഞുകൊണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ സ്തോത്രം 15-ാമത്തെ വാക്യമാ, 14-ാമത്തെ വാക്യമാ. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളതിന് ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. പൗലോസ് ഒന്ന് ഞാൻ ചെയ്യുക, പിൻപിലുള്ളത് മറക്കുന്നു, മുൻപിലുള്ളതിന് ആഞ്ഞുകൊണ്ട്.
ക്രിസ്തുവേശുവിൽ പരമളിയുടെ ലാക്കിലേക്ക് ഇങ്ങനെ ഓടുന്നു. ഇത് പൗലോസ് പറയാ. അടുത്ത വാക്യം കേട്ടെ. നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക. ഇങ്ങനെ ചിന്തിക്കണം. വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരട്ടെ. പൗലോസ് പറയാ, നിങ്ങൾ പ്രാർത്ഥിച്ചോണം, എനിക്ക് തന്നത് ഞാൻ നിന്നോട് പറയുവാണ്, അതിൽ നിൽക്കണമെന്നില്ല, വേറെ വല്ലതും ദൈവം വെളിപ്പെടുത്തിയാൽ അതും സ്വീകരിച്ചോണം. ഈ പൗലോസ് കൊലോസ്യ സഭയോട് പറയുമ്പോൾ പൗലോസ് പറയുന്നൊരു കാര്യം കേട്ടോണേ. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യം. പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോവാമേ, ദൂതിലോട്ട് വരാൻ പോവാ. ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ടവണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. പൗലോസ് കൊലോസ്യ സഭയോട് പറയുവാണ്, ക്രിസ്തുവിന്റെ വചനം എനിക്ക് വെളിപ്പെടുത്തി തരേണ്ടതിന് പ്രാർത്ഥിക്കണം. ഒരു പാസ്റ്റർ, ഒരു ശുശ്രൂഷകൻ ഒരു വചനം എടുക്കുമ്പോൾ അവന്റെ ഒരു പ്രാർത്ഥനയാണ് ആ വചനം വെളിപ്പെടുത്തണം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഈ ദൈവദാസന്മാരുടെ കൂടെ ഈ ഉഴപ്പന്മാരല്ലാത്ത ശുശ്രൂഷകന്മാർ ശുശ്രൂഷയ്ക്ക് പോയാൽ, നിങ്ങൾ ശ്രദ്ധിക്കണം, ദൈവദാസന്മാരുടെ കൂടെ ശുശ്രൂഷയ്ക്ക് പോയാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ആ ദൈവദാസൻ വചനത്തിന് കയറുമ്പോൾ അതിന് 15 മിനിറ്റ് മുമ്പ് കൂടെ പോയ ആൾ അന്യഭാഷയിൽ പ്രാർത്ഥന തുടങ്ങും. അതെന്തിനാണെന്നറിയാമോ? ഇന്ന് അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വെളിപ്പെടേണ്ട പോലെ വചനം വെളിപ്പെടണം. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. ഞാൻ കണ്ടിട്ടുണ്ട് ചില വേദികളിൽ വചനം പറയാൻ പോകുമ്പം പ്രസംഗത്തിനിടയ്ക്ക് ശാന്തത വരുന്ന സമയത്ത് സ്റ്റേജിനടിയിൽ നിന്ന് കയ്യടി കേൾക്കാം. എന്താണെന്നറിയാമോ? അവിടുത്തെ പാസ്റ്റർ വെളിപ്പാടുള്ളവനായതുകൊണ്ട് ഇന്ന് സ്റ്റേജിൽ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന് വചനം വെളിപ്പെടാൻ 20 പേരെ താഴെ പ്രാർത്ഥിക്കാൻ ഇരുത്തിയേക്കുക. ഒരു ആമീൻ പറഞ്ഞു കൊടുക്കണം. ഇതൊരു വൺ മാൻ ഷോ അല്ല, ഇത് ആത്മാവിന്റെ വെളിപ്പെടുത്തല. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. നിന്റെ സന്തതി ആരാന്ന് നിനക്ക് വെളിപ്പെടുത്തും. നിന്റെ വീട് എന്താകുമെന്ന് ദൈവം വെളിപ്പെടുത്തും. നിന്റെ ഭാവി യേശുവിന്റെ നാമത്തില് ആർക്ക് വെളിപ്പെടും? പ്രവാചകന് വെളിപ്പെടുമെന്നില്ല, നിനക്ക് വെളിപ്പെടും. പൗലോസ് പറയാണ്, നിങ്ങൾ ശ്രദ്ധിക്കണേ, ഞാൻ വചനം പ്രസംഗിക്കേണ്ടതിന് വചനം എനിക്ക് എന്ത് ചെയ്യണം? വെളിപ്പെട്ടു തരണം, വെളിപ്പെടുത്തി കിട്ടണം. ഞാൻ സംസാരിക്കേണ്ടവണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ നമ്മൾ ഗൂഗിളിൽ കയറി പ്രസംഗം ഉണ്ടാക്കുന്നതും ദൈവം വെളിപ്പെടുത്തിയ ദൂതും പറഞ്ഞത് രണ്ടാ. പോയിന്റ് കാണത്തില്ല. ദൈവം വെളിപ്പെടുത്തിയ പ്രസംഗത്തിന്, ദൈവം വെളിപ്പെടുത്തിയ ഒരൊറ്റ പ്രസംഗം നിന്റെ ചരിത്രം തിരുത്തിക്കളി. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, ദൈവത്തിൽ നിന്നുള്ള അറിയിപ്പുകൾ എടുക്കണം. എന്നോട് ദൈവാത്മാവ് പറയുക, നീ കണ്ടു നിൽക്കുന്ന സാഹചര്യമല്ല നിന്റെ വിടുതല്, നീ ദൈവത്തിൽ നിന്ന് ചിലത് കേൾക്കാൻ പോവുക. കൃപ വ്യാപരിച്ചു തുടങ്ങട്ടെ. എവിടോ ഒരു ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർ അകത്തും കൃപാവരം ജ്വലിക്കട്ടെ. ദൈവം വെളിപ്പെടുത്തി തരാൻ പോവുക. നിന്റെ ഭാവി വെളിപ്പെടുത്തി തരാം. സ്തോത്രം. നോക്കിയേ, ഞാനൊരു സത്യം നിങ്ങളോട് പറയാം. ഒരിക്കൽ യോഹന്നാന് ഈ ചരിത്രം പഠിക്കുമ്പം യേശുക്രിസ്തുവിന്റെ അമ്മയും യോഹന്നാന്റെ അമ്മയും തമ്മിൽ ചില ബന്ധങ്ങളുണ്ട്. കർത്താവിന്റെ സ്തോത്രം. അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കണം. യേശുക്രിസ്തു ജനിച്ചപ്പം മുതൽ യേശുക്രിസ്തുവിനെ യോഹന്നാൻ അറിയാം. പിന്നെ യേശുക്രിസ്തു അത്ഭുതം ചെയ്യുമ്പോൾ യേശുക്രിസ്തുവിനെ യോഹന്നാൻ അറിയാം. സ്തോത്രം. യേശുക്രിസ്തു ഖാനാവിലെ പച്ചവെള്ളം വീഞ്ഞാക്കുമ്പോഴും അല്ലെങ്കിൽ അത്ഭുതങ്ങൾ നടത്തുമ്പോൾ യോഹന്നാന് യേശുവിനെ അറിയാം. മറുരൂപയുടെ മലയുടെ മുകളിൽ വെച്ച് ദൈവ തേജസ് ഇറങ്ങിയപ്പോൾ യോഹന്നാൻ യേശുവിനെ അറിയാം. എന്നാൽ യോഹന്നാൻ ഒരിക്കൽ പത്മോസിൽ എടുത്തെറിഞ്ഞപ്പം പണ്ടറിഞ്ഞ പോലെ അല്ല ഇപ്പം ദൈവത്തെ അറിയുന്നത്. നിന്നെ ഉടയ്ക്കാൻ ചെയ്ത പദ്ധതി ഉടയാനല്ല. യേശുവിന്റെ നാമത്തില് മറ്റുള്ളവർ കണ്ട പോലെ അല്ല നീ ദൈവത്തെ കണ്ടേ. കൃപ, 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 കൃപ. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. യേശുക്രിസ്തു ജനിച്ചത് തൊട്ട് യോഹന്നാൻ അറിയാം.
യേശുക്രിസ്തു വളർന്നത് യോഹന്നാൻ അറിയാം. യോഹന്നാൻ യേശുവിന്റെ കൂടെയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. മറുരൂപ മലയുടെ മുകളിൽ യേശുവിനെ അറിയാം. മരിച്ചുയർത്തെഴുന്നേറ്റ് വന്ന യേശുവിനെ കണ്ടു. പക്ഷെ പത്മോസിൽ കണ്ട യേശു അവന്റെ തലയും തലമുടിയും. ഓ ഹല്ലേലൂയ. 4-ാം അധ്യായത്തിൽ ദൈവം വിളിക്കുക, യോഹന്നാനെ ഇവിടെ കയറി വാ, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ വെളിപ്പെടുത്തി തരാം. ഞാനോട് ദൂത് പറയാം, ബൈബിളിൽ എഴുതിയത് മാത്രമല്ല നിന്നോടും വെളിപ്പെടുത്താനുണ്ട്. നിന്റെ സന്തതിയോ ദൈവത്തിൽ നിന്ന് ചില ഇൻഫർമേഷൻ, ദൈവത്തിൽ നിന്ന് ചില അറിയിപ്പ്, നിന്റെ വീടിനെ കുറിച്ച്, നിന്റെ ചില ശൗമേലുമാർ എഴുന്നേൽക്കട്ടെ, യഹോവേ അരുളി ചെയ്യണമേ. രക്തം രക്തം രക്തം. യേശു കർത്താവേ ചിലത് വെളിപ്പെടുത്തി തരണേ, വെളിപ്പെടുത്തി തരണേ. യെസ്. ഓ റബ്ബന, ഞാൻ വീണ്ടും പറയുന്നു, ചിലതൊക്കെ വെളിപ്പെട്ടഴിയാനുണ്ട്. ആമോസിന്റെ പ്രവചനം 3-ാം അധ്യായം 7-ാം വാക്യം. യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ദൈവത്തിന്റെ രഹസ്യങ്ങൾ അറിയണമെന്ന്? ഓ ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ തൊട്ടയച്ച് പറ, നീ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ രഹസ്യങ്ങൾ അറിയണം. ഗ്ലോറി. 7 മണിക്കൂറും 12 മണിക്കൂറും 7 ദിവസവും 3 ദിവസവും ഒക്കെ ഉപവാസം വെക്കുന്ന എന്തിനാ? കൈയടിച്ചു പിശാചിനെ മണ്ടയ്ക്ക് ചവിട്ടാനല്ല, ചിലതൊക്കെ വെളിപ്പെട്ട് കിട്ടാനാ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിന്റെ കുടുംബത്തിന് നേരെ പോരാടുന്ന ദുഷ്ടശക്തി ഏതാന്ന് നിനക്ക് വെളിപ്പെടുത്തി തരും. നീ ആ തടസ്സത്തെ നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ബൈബിളിലോട്ട് വരാം. ദൈവത്തിന് സ്തോത്രം. എന്നോട് കർത്താവ് ഇന്നലെ രാത്രി പറഞ്ഞു, ജനത്തിന് ചിലതൊക്കെ ഞാൻ വെളിപ്പെടുത്താൻ പോവാ. വീണ്ടും ഞാൻ പറയുന്നു, എന്റെ ജനമെല്ലാം പ്രവാചകരാകട്ടെ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഒരു വാക്യം ബൈബിളിൽ നിന്ന് വായിക്കാം. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 4-ാം വാക്യം. ഈ ജനത്തിന് ഞാൻ എന്ത് ചെയ്യേണ്ടു? അവർ എന്നെ കല്ലെറിയുവാൻ പോകുന്നുവല്ലോ എന്ന് പറഞ്ഞു. യഹോവ മോശയോട് ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലരെ കൂട്ടിക്കൊണ്ട്. അതിൽ തൊട്ടുമേളി മോശ യഹോവയോട് നിലവിളിച്ചു. നദിക്കുന്ന 3-ാമത്തെ വാക്യത്തിൽ തുടങ്ങുന്നതായിരിക്കും. 17-3. ജനത്തിന് അവിടെ വെച്ച് നന്നാ ദാഹിച്ചതുകൊണ്ട് ജനം മോശയുടെ നേരെ പിറുപിറുത്തു, ഞങ്ങളും മക്കളും ഞങ്ങളുടെ മൃഗങ്ങളും ദാഹം കൊണ്ട് ചാകേണ്ടതിന് നീ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന് എന്തിനെന്ന് പറഞ്ഞു. മോശ യഹോവയോട് നിലവിളിച്ചു. അത് എത്രാം വാക്യം? 4-ാം വാക്യം. 4 തുടങ്ങുന്ന അവിടുന്ന്. മോശ യഹോവയോട് നിലവിളിച്ചു. മോശ യഹോവയോട് നിലവിളിച്ചു. യഹോവയോട് നിലവിളിച്ചു. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയിൽ അവർ രഫീദീമിലെത്തി. ദൈവത്തിന് സ്തോത്രം. അവരെവിടെത്തി? രഫീദീമിലെത്തി. അവിടെ അവർക്ക് കുടിക്കാൻ വെള്ളമില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, മോശ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ളൊരു ദൈവദാസനാണ്. ഞാൻ വീണ്ടും പറയുക, എക്സ്പീരിയൻസ് കൊണ്ട് നിനക്കൊന്നും നേടാൻ പറ്റത്തില്ല. ഓരോന്നിനും വേണ്ടത് ദൈവത്തിൽ നിന്നുള്ള ഇൻഫർമേഷനാണ്, ദൈവത്തിൽ നിന്നുള്ള അറിയിപ്പ്. ഞാനൊരു വെളിപ്പാട് പറയാം. നിന്നെ ഏറെ കുഴപ്പിച്ച വിഷയത്തിനകത്ത് ദൈവത്തിൽ നിന്നൊരു അറിയിപ്പ് വരാൻ പോവാ. അത് സ്വപ്നത്തിലൂടെ ആയിരിക്കാം, വെളിപ്പാടിലൂടെ ആയിരിക്കാം, ദർശനത്തിലൂടെ ആയിരിക്കാം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ നമുക്ക് വാക്യത്തിലോട്ട് നിങ്ങൾ ശ്രദ്ധിക്കേ. അവർ രഫീദീമിലെത്തിയപ്പോ ഇത് 17-ാം അധ്യായത്തിലാണ്. നിങ്ങൾ എന്നെ നോക്കിയേ. 12-ാം അധ്യായത്തിൽ ഈ മോശം കഴിയുന്നതിനെ 10 ബാധകളെ മാറ്റിയതാണ്. ആണോ? ഇത്രയും പ്രവൃത്തി പരിചയമുണ്ട്. 10 ബാധ. 12-ാം അധ്യായത്തിൽ എത്തിയപ്പം ചോരത്തളി അവസാനത്തെ ബാധ ഒഴിച്ചപ്പോൾ കൂട്ട സംഹാരം നടന്നു. 12-ാം അധ്യായത്തിൽ അലറി ഒഴുകുന്ന ചെങ്കടൽ വഴിമാറി.
14-ാം അധ്യായത്തിൽ മാറയിലെ കയ്പ് മധുരമായി. മോശയ്ക്ക് പറയല്ലോ, എടാ ചങ്കടൽ മുറിച്ച് 10 ബാധ മാറ്റിച്ച് ദമി മാറയിലെ വെള്ളത്തിലെ കയ്പ് മാറ്റാൻ എനിക്ക് പേടിയില്ലെന്നല്ല പറഞ്ഞത്. അവൻ ദൈവത്തിന് മുമ്പിൽ കരയുക, ഇതിനെന്തോ ചെയ്യണം. ഒരാമയും പറഞ്ഞോട്ടെ. ഇന്ന് പകൽ ബുദ്ധിയിൽ ചിന്തിക്കാതെ ആത്മാവിൽ ചിന്തിക്ക്. ഇപ്പോൾ നിന്റെ വരൾച്ചയുടെ പിമ്പിൽ ഒരു ദൈവശബ്ദം മുഴങ്ങാൻ പോവുക. ഓ യേശുവിന് ഏലീശ പറഞ്ഞ ഒരു വീണക്കാരനെ വരുത്താൻ പറഞ്ഞു. വീണക്കാരൻ പാടിയപ്പം ഏലീശയുടെ മേൽ ആത്മാവ് പറഞ്ഞു കുഴി വെട്ടാൻ പറഞ്ഞു. എന്താ കാര്യം? ദൈവത്തിൽ നിന്ന് ഒരുവന് ദൂത് കിട്ടിയാൽ സാഹചര്യം വിഷയമല്ല. സാഹചര്യം വിഷയമല്ലെന്നേ. ഈ സാഹചര്യം, ഈ പോരാട്ടം വിഷയമല്ലെന്നേ. ഈ പാരമ്പര്യം വിഷയമല്ലെന്നേ. ഈ വെല്ലുവിളി കൃപ കൃപ. ഞാനൊരു വെളിപ്പാട് പറയാം. ഇന്ന് ചിലര് ജഡതലം വിട്ട് ആത്മതലത്തിലേക്ക് കയറും. ഒന്നുകൂടെ പറയാം, നിന്റെ ബുദ്ധിമണ്ഡലം വിട്ട് നീ ആത്മതലത്തിലേക്ക് കയറും. എന്തോ സംഭവിക്കാൻ പോവുക. ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്നെ കുറിച്ച് പദ്ധതിയുണ്ട്. നമുക്കൊരു കടം വരുമ്പം നമ്മൾ അതിന്റെ സകല മനുഷ്യരോടും ചെന്ന് ചോദിക്കും, അച്ഛാ അമ്മനെ എന്റെ കൂടെ അടക്ക കാര്യം പറഞ്ഞു, അച്ഛാ ഒരു 5 ലക്ഷം രൂപ തരാം. ഇന്ന് നമ്മൾ ഈ വിഷയമായിട്ട് ദൈവത്തിന് മുമ്പിൽ ഇരിക്കുന്നില്ല. ദൈവത്തിൽ നിന്ന് എന്താ ഇതിന്റെ സന്ദേശം? മോശ കരഞ്ഞപ്പോ ദൈവം പറയുക, ദേ കരച്ചിൽ നിർത്തിക്കോ, മൂപ്പന്മാരെ വിളിച്ചോണ്ട് പർവ്വതത്തിന്റെ മോളിൽ കയറണം, വടി കയ്യിൽ എടുത്തോണം. എന്താ കാര്യം? ഞാനിവിടെ വെള്ളം ഉണ്ടാക്കി തരാൻ പോവാ. ഒരാമയും പറയണം. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നാട്ടുകാർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത, യൂട്യൂബറുകാർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത, ഫേസ്ബുക്കുകാർക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് പ്രാർത്ഥിക്കുന്ന നിന്റെ അകത്ത് കൃപ കൃപ കൃപ. എത്ര പേർക്ക് മനസ്സിലായി? ഓ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. എത്ര പേർക്ക് അതിന് ആമീൻ പറയാൻ പറ്റും? ഓ എത്ര പേർക്ക് അതിന് ആമീൻ പറയാൻ പറ്റും? എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? ഞാൻ ഒരിക്കലൊരു ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുക. അവന് 75,000 രൂപ ശമ്പളം. എൻ്റെ അടുക്കല് സാലറി സ്ലിപ്പ് കാണിച്ചു, പാസ്റ്റർ എൻ്റെ ശമ്പളം എത്ര? 75,000. ഞാനും അവനും കൂടെ പ്രാർത്ഥിക്കാനിരുന്നു. ദൈവത്തിൽ നിന്ന് ഒരു അറിയിപ്പ് കിട്ടി. അറിയിപ്പ് എന്താണെന്നറിയോ? സ്തോത്രം, നീ 100-ലധികം ആൾക്കാർക്ക് ശമ്പളം കൊടുക്കും. അവൻ പറഞ്ഞു, ഞാനിപ്പോ ശമ്പളത്തിന് ഞങ്ങളുടെ കമ്പനി പകുതി പൊട്ടി നിൽക്കുക. പൊട്ടി നിൽക്കുമ്പം ശമ്പളം 1-ാം തീയതി കിട്ടേണ്ട 17-ാം തീയതിയാണ് കിട്ടുന്നത്. ഇപ്പൊ 2 മാസം കിട്ടാനുണ്ട്. പക്ഷെ ഞാൻ എങ്ങനെ 100 പേർ? ഞാൻ പറഞ്ഞു, ദൈവത്തിൽ നിന്നുള്ള അറിയിപ്പാ ലോഡ്. കുറച്ചു ദിവസം കഴിഞ്ഞ് ഒരു 7.5 മാസം ആയപ്പോ ലോഡ് അവൻ എന്നെ വിളിച്ചു പറഞ്ഞു, ഒരു കല്യാണത്തിന് പ്രസംഗിക്കാവോ? ഞാൻ പറഞ്ഞു, ആരുടെ കല്യാണോ? എൻ്റെ കല്യാണോ? ഞാൻ പറഞ്ഞു, ഞാൻ പ്രസംഗിക്കാമല്ലോ. അങ്ങനെ ഞാൻ കൊട്ടാരക്കരയ്ക്ക് അപ്പുറത്ത് പോയി ഇവന്റെ കല്യാണത്തിന് പ്രസംഗിച്ചു. ലോഡ് പ്രസംഗമെല്ലാം കഴിഞ്ഞ് കല്യാണമെല്ലാം കഴിഞ്ഞു. അവന് പിന്നൊരു വിവരവുമില്ല. ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു, നമ്മുടെ പ്രവചനം കറക്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ചോദിച്ചു, അതെന്നാ? അതെ, അമ്മായിയപ്പന് കമ്പനിയാ. സ്തോത്രം. അമ്മായിയപ്പന് കല്യാണം കഴിഞ്ഞ് 3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു കാർഡിയാക് അറസ്റ്റ് വന്നു. പുള്ളിക്ക് കമ്പനി നോക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ 2000 ജോലിക്കാർക്ക് ഈ മാസം ശമ്പളം ഞാൻ ഒപ്പിട്ട് കൊടുത്തേ. മിണ്ടുന്നില്ല. എടാ, ഇവനെ കുറിച്ച് ഇവന്റെ 70,000 ശമ്പളത്തെ നിൽക്കുമ്പോ ദൈവം പറയുക, അല്ല, ഞാൻ ദൈവത്തിൽ നിന്നുള്ള ചിലത് പ്രാപിക്കണം. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, സ്തോത്രം പറയാൻ മടിയുള്ള നീ പ്രവചിക്കുമെന്ന് ദൂത് കിട്ടിയാൽ ഇനി ഒരു കാര്യം കേട്ടെ, ഞാൻ വചനത്തിൽ വരാൻ പോവാ. ദൈവത്തിൽ നിന്നുള്ള അറിയിപ്പ് ഒരു മനുഷ്യനെ കരുത്തനാക്കും. സാഹചര്യം നിന്നെ തോണ്ടി എറിയാനാ പിശാച് വന്നേ. പക്ഷെ നിന്നെ തോണ്ടി എറിയാൻ ഒക്കാത്തതിനാ. നിനക്ക് ഇൻഫർമേഷൻ ഉള്ളത് കൊണ്ട് നീ കരുത്തനാ. ഓ ഹല്ലേലൂയ. മുഴുവൻ പിശാചുക്കളും അബ്രഹാമിന് പോയി കലിതുള്ളി, നിന്റെ സന്തതി കിട്ടത്തില്ലെന്ന്. പക്ഷെ ദൈവം കൂടെ കൂടെ പറയും, നിനക്ക് തരാമടാ, തരാമടാ. ഓ ഓ
യേശുവിന്റെ നാമത്തിൽ വെറുതെ അല്ല നിന്നെ അവിടെ കൊണ്ടിരിച്ചത്. നിങ്ങൾക്ക് കേൾക്കണോ? അബ്രഹാമിന്റെ ബൈബിളിലെ ചരിത്രത്തെ പൗലോസ് എടുത്ത് ക്യാപ്സ്യൂൾ പരുവത്തിലോട്ടാക്കിയിട്ട് റോമർ 4 കുത്തിക്കേറ്റി. എന്നിട്ട് എഴുതിയിരിക്കുക, അവൻ അബ്രഹാമിന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് സ്തോത്രം ചെയ്തു. ദൈവത്തിൽ നിന്നുള്ള ഇൻഫർമേഷനാ അവനെ സ്തോത്രം ചെയ്യിപ്പിച്ച്. ചിലർ ചോദിക്കും, എന്തിനാ കൈയടിക്കുന്നേ, എന്തിനാ അന്യഭാഷ പറഞ്ഞ? ഉത്തരം, ദൈവത്തിൽ നിന്ന് ദൂതുണ്ട്. എത്ര പേര് മനസ്സിലാക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇന്നേലും ദൈവത്തിൽ നിന്ന് ചിലത് കേൾക്കണം, ദൈവത്തിൽ നിന്ന് ചിലത് കേൾക്കണം. ഞാൻ ഇച്ചിരി വേഗത്തിൽ പോവാ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. അമ്മ മോശ കടന്ന് കരയുക. ദൈവം പറഞ്ഞു, മോശെ നിനക്ക് വേണ്ടി മാത്രം ഒരു അത്ഭുതം ഞാൻ ചെയ്യാൻ പോവാ. ഞാനൊരു ദൂത് നിന്നോട് പറയാം. നീ ഇപ്പോൾ അകപ്പെട്ട സിറ്റുവേഷൻ അകത്തു നിന്ന് ദൈവം ഒരു അത്ഭുതം ചെയ്ത് നിന്നെ പുറത്തെടുക്കും. ഒരു അത്ഭുതം ചെയ്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ ദൂത് പറയുക, ഇപ്പോൾ നീ അകപ്പെട്ട പ്രശ്നത്തിനകത്തുനിന്ന് ദൈവം ഒരു അത്ഭുതം ചെയ്ത്. ലോർഡ്, ലോർഡ്, നിങ്ങൾ ആ താഴെയുള്ള ഭാഗം വായിച്ചു നോക്കണം. മോശ പർവ്വതത്തിൽ കയറി. ആ ഭാഗം എടുത്തോ. ഇസ്രായേൽ മൂപ്പന്മാരെയും കൂട്ടി യഹോവ മോശയോട്, ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലരെ കൂട്ടിക്കൊണ്ട് നീ നദിയെ അടിച്ച വടിയും കയ്യിലെടുത്ത് ജനത്തിന് മുൻപാകെ കടന്നു പോകാം. ഞാൻ ഹോറേബിൽ നിന്റെ മുൻപാകെ പാറയുടെ മേൽ നിൽക്കും. നീ പാറയെ അടിക്കണം. ഉടനെ ജനത്തിന് കുടിപ്പാൻ വെള്ളം അതിൽ നിന്ന് പുറപ്പെടും. അടിക്കണം, അടിക്കണം. ഉടനെ ചോദ്യം. ഇനി ഇവിടെ ഒരു ദൂത് പറയാം. ഒരു ഉണക്കക്കമ്പ് കൊണ്ട് അടിച്ചാൽ പാറ പൊട്ടുവോ? പൊട്ടുവോ? പാറ കണ്ടിട്ടുണ്ടോ? ഉണക്കക്കമ്പ് കൊണ്ട് അടിച്ച പാറ പൊട്ടുവോ എന്നാ എന്റെ ചോദ്യം. പൊട്ടുവോ? പൊട്ടത്തില്ല. പിന്നെ ഈ മോശ ഉദ്ദേശിക്കുക എന്തോ എന്റെ കുഴപ്പമാ. ഈ പാറയിട്ട് ഉണക്കവടി തട്ട്. ഈ ബൈബിളില് നീ ഒന്നും ചെയ്യണമെന്നല്ല, ദൈവം പറയുന്ന പോലെ ഒന്ന് ചലിച്ചാ മതി. ചെയ്യുന്നത് കർത്താവാ. ഈ ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിന്റെ പദ്ധതിക്കകത്ത് കയറാൻ സിമ്പിളാ. ദൈവം പറയുന്ന ഒന്നും ബുദ്ധിയിലെടുക്കരുത്, ആത്മാവിലെടുക്കണം. ഇപ്പൊ നമ്മൾ ഇരിക്കുക, നമ്മളോടെല്ലാം പറയാ നീ പടിയും കൊണ്ട് മേളിൽ കയറാൻ പറഞ്ഞാൽ നമ്മൾ എന്തോ പറയും? പിന്നെ 40 ലക്ഷം പേര് നമ്മളെ കളിയാക്കും. നമുക്കറിയാം ഈ വടി തട്ടിയ പാറ, അതുകൊണ്ടാണ് നീ ഇങ്ങനെ ഇപ്പോഴും പാറ പോലിരിക്കുന്നു. നമുക്കറിയാം ഒന്നും നടക്കത്തില്ല. ചില എന്നോട് പറയും, പാസ്റ്ററെ എനിക്കറിയാം ഒന്നും നടക്കത്തില്ല. അതാ നിനക്കൊന്നും നടക്കാത്ത. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ നടക്കുക. കാരണം മിണ്ടുന്നില്ല. വാചകമൊക്കെ ചിലര് വാചകം പറയും, വെറുതെ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യും, പക്ഷെ എന്നിട്ട് പറയും ഒന്നും നടക്കത്തില്ലത്. മോശ കയറി വടി. ഞാനൊരു ചോദ്യം, ബൈബിളിലെ 1-2 ചോദ്യം ഇങ്ങോട്ട് ചോദിക്കട്ടെ. ഗത്യനായ ഗോല്യാത്ത് എന്നൊരു മല്ലൻ അലറി നിൽക്കുക. കവണയിൽ ഒരു ചെറുക്കനൊരു കല്ലെടുത്തെറിഞ്ഞപ്പോ നിങ്ങൾ എന്നിട്ട് കൂടെ ഏറിന്റെ ഊക്ക് കൊണ്ട് വീണെന്ന്. നോ, ദൈവം പറഞ്ഞു നീ ഒരു ആക്ഷൻ കാണിക്ക, പണി എന്റെയാ. ഓ ഹല്ലേലൂയ. ഇരിക്കുന്ന നിന്നോടാ ദൂതം. നീ ഒരു വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് എടുത്താൽ, നീ ഒരു ചലനം നടത്തിയാൽ, എനിക്കൊരിക്കലും ഭയങ്കരമായിട്ട് പൈസയ്ക്ക് ആവശ്യം വന്നു. പൈസയ്ക്ക് ഭയങ്കര ആവശ്യം വന്നു. പൈസയ്ക്ക് എപ്പോഴും ആവശ്യമുണ്ടല്ലോ. ആവശ്യം വന്നപ്പം 2000 രൂപ ഉള്ള സമയമാണ്.
ഈ നമ്മുടെ ആവശ്യം ആരോടും ചോദിക്കാതിരിക്കാമെങ്കിൽ ഭയങ്കര വിടുതലാണ്. നമ്മൾ ഈ ദൈവത്തിൽ നിന്നുള്ള സന്ദേശത്തിൽ ഇരുന്ന ഇതൊന്നും ചോദിക്കേണ്ടി വരികയില്ല. ഞാൻ മനോരമ പേപ്പർ എടുത്ത് അന്ന് എൻ്റെ വണ്ടി ഓടിച്ച കൊച്ചിനോട് പറഞ്ഞു, ഈ 2000 രൂപയുടെ ഒരു നോട്ടേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അത് കൊടുത്തേച്ച് പറഞ്ഞു ഒരു 200 നോട്ട് വെട്ടാൻ പറഞ്ഞു. അവനെ പഴയ കുറച്ച് പത്രവും കൊടുത്തു. അവൻ ഈ കത്രിയൊക്കെ ഇരുന്ന് വെട്ടുക. ഒരു 200 നോട്ട്. ഇപ്പോൾ യോഗം നടക്കും അകത്ത്. ഞാൻ ഈ ഐരാറ്റുനാടിൽ ഒരു വീട്ടിൽ റെന്റിന് താമസിക്കുകയാണ്. അപ്പം നമ്മുടെ ചർച്ച എല്ലാവരും ഉണ്ട്. ഞാൻ കയറി വരുന്ന സിറ്റ് ഔട്ടിൽ ഒരു ബെഞ്ചുണ്ട്. ബെഞ്ച് ഓർക്കുന്നുണ്ടോ? ഒരു ബെഞ്ച്. ആ ബെഞ്ചാണ് ഞാനിരുന്ന് ഞാൻ ഈ പേപ്പർ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചർച്ചയിലെ ഒരു ലീഡർ, പേരൊന്നും ഞാൻ പറയുന്നില്ല, പുള്ളി കയറി വന്നപ്പോൾ ചോദിച്ചു, എന്നാ പേപ്പർ എണ്ണി പഠിക്കുവാന്ന്. ഞാൻ പറഞ്ഞു, ഇപ്പം ഇതും പേപ്പറും എണ്ണു. ഞാനിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുക. 2000, 4000, 6000, 8000, 10,000. കാശില്ല, കാശില്ല. അപ്പം പുള്ളി ചിരിച്ചു, ഞാൻ ചിരിച്ചില്ല. അരി എനിക്ക് എൻ്റെ സീരിയസ്നെസ് അറിയാം. സ്വതന്ത്രം. അന്ന് യോഗം കഴിഞ്ഞ് വൈകിട്ട് എറണാകുളത്ത് വേണം, നാളെ എറണാകുളത്തായോ സ്വതന്ത്രം. അപ്പം നമ്മുടെ ഈ പുതുപ്പള്ളിയിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് വളവിനൊരു പയ്യൻ വീട്ടിൽ താമസിക്കും. ഞാൻ അവൻ്റെ പേരൊക്കെ മറന്നുപോയി. അപ്പൊ അവന് എന്നെ വിളിക്കുക, പാസ്റ്റർ എനിക്കിപ്പ കാണും. 9:30 ഇപ്പ കാണും. എന്തോ ഇപ്പം? ഞാൻ പറഞ്ഞു ഇപ്പൊ കാണാൻ പറ്റില്ല, ഞങ്ങൾ എറണാകുളത്ത് പോകാൻ വേണ്ടി റെഡി ആവുക. അപ്പൊ ഞങ്ങൾ ഓൾറെഡി ഇറങ്ങി. ഇവിടെ കളത്തിപ്പടി ഒരിടത്ത് കയറി ഫുഡ് കഴിക്കുക, എറണാകുളത്തിന് പോകാൻ. ഇപ്പൊ കണ്ടേ പറ്റും. അപ്പൊ ഞാന് തിരിച്ച് ഞങ്ങൾ വണ്ടി വിട്ട് അവിടെ ചെന്നപ്പോ അവൻ ആ വണ്ടിയൊന്ന് ഒരു കെട്ട് നോട്ട് എടുത്തോണ്ട് തരാ, നമ്മുടെ സ്ഥലത്തിന് സ്ഥലം വിറ്റു, ദശാംശം കൈ വെക്കാൻ പറ്റത്തില്ല, പാസ്റ്റർക്ക് എന്തോ അത്യാവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, അതുകൊണ്ട് കൊണ്ടുവന്ന. പിന്നെ ഇന്ന് വരെ തന്നിട്ടില്ലേ. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. പ്രശ്നം, എത്ര പേപ്പർ വെട്ടി എണ്ണിയോ ആ എമൗണ്ട് ഉണ്ടായിരുന്നു. അതിന് മുമ്പേ അവൻ തന്നിട്ടില്ല, അത് കഴിഞ്ഞും തന്നിട്ടില്ല. ഞാൻ ഇനി ദൂത് നിന്നോട് പറയാം. നീ ദൈവത്തിൽ നിന്നൊരറിയിപ്പാ പ്രതീക്ഷിക്കുന്നതെങ്കിൽ യേശുവിന്റെ നാമത്തില് ഈ ജനം ദാഹിച്ച് ചാകാൻ പോവുക. ഇവൻ കരയുക. ഈ ചില വിഷയത്തിന് കരയാനേ പറ്റും. ഒരു ദൂത് പറയാം, ദൈവത്തിൽ നിന്ന് കേൾക്കാനുള്ള ഏറ്റവും നല്ല വഴിയാ കരച്ചില്. മോശ അങ്ങോട്ട് കരഞ്ഞു. ദൈവം പറയുക, ഈ ജനത്തിന്റെ പുറകെ നദി ഇനി ഒഴുകാൻ പോവുക. ഒരു ഉറവ ദൈവം അങ്ങോട്ട് തുറന്നു. അതുകൊണ്ട് എക്സ്പീരിയൻസ് കൊണ്ട് കാര്യമില്ല. ഏത് പ്രശ്നത്തിന് മുമ്പിൽ ഒരു ശബ്ദം വേണം ദൈവത്തിന്. നിന്റെ അടഞ്ഞ വഴി തുറക്കാൻ ഒരു ശബ്ദം വേണം. ഇനി മോശ മാത്രമല്ല, ഞാൻ ന്യൂ ടെസ്റ്റ്മെന്റിലോട്ട് വരാൻ പോവാ. അത് വരാനുള്ള ശ്രമമാണ്. എപ്പോ വരാൻ പറ്റുമെന്ന് അറിയത്തില്ല. യോശുവയെ നിങ്ങൾ പഠിച്ചേ. യോശുവ എന്താ ദൈവം പറഞ്ഞേക്കാം, നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യൻ നിന്റെ നേരെ അരളി ഒഴുകുന്ന മരണ യോർദാൻ 2 മാറി. യെരിഹോവിന്റെ മുമ്പിൽ പുള്ളി താമസമായി. അതെന്നാ കാര്യം? എക്സ്പീരിയൻസ് കൊണ്ട് ഇടിക്കാൻ പറ്റത്തില്ല. ഇത് ഇടിക്കണേ ദൈവത്തിൽ നിന്ന് സന്ദേശം വേണം. ഒരാമയും വരുന്നില്ല. ഒരു ദൂത് പറയാം, നിനക്ക് മുമ്പിൽ ഇരിക്കുന്ന തടസ്സം ബുദ്ധി കൊണ്ട് അഴിയത്തില്ല. ദൈവത്തിൽ നിന്നൊരു സന്ദേശം കിട്ടിയാൽ, ഓ ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ചിലതൊക്കെ നിനക്ക് വെളിപ്പെടുത്തി തരാൻ പോവാ. നിന്റെ സന്തതിക്ക് വെളിപ്പെടുത്തി തരാം. ഓ ശബ രബദ്ധന പ്രവചന രബദ്ധന. ഓ എത്ര പേരതിന് സ്തോത്രം ചെയ്യാൻ പറ്റും. ദൈവം ചിലതൊക്കെ വെളിപ്പെടുത്തി തരാൻ പോവാ. പ്രാർത്ഥിക്കുന്ന നിനക്ക് ചിലതൊക്കെ ആത്മാവ് ആഴങ്ങളെ ആരായുന്നു. സ്തോത്രം. അടുത്തിരിക്കുന്ന ഇനിയും ഇത് വെളിപ്പെട്ട് കിട്ടാൻ സ്തോത്രം ഒത്തിരി സമയം വേണ്ട. നിങ്ങൾക്ക് പിടിയോ? 20 കൊല്ലം മുമ്പ് രക്ഷിക്കപ്പെട്ടാലേ വെളിപ്പെടുന്നോളൊന്നുമില്ല. ഇന്ന് രക്ഷിക്കപ്പെട്ടാലും നാളെ വെളിപ്പെടും. അനന്യാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ അടുക്കൽ ദൈവം ചെന്നേച്ച് പറയുക, ശൗലെന്ന് പറയുന്ന ഒരുത്തൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കല്ല, അവൻ പ്രാർത്ഥനയെ കണ്ടു. അനന്യാസ് എന്ന് പറയുന്ന ഒരുത്തൻ വന്ന് തലേ കൈവെക്കുന്നു.
രക്ഷിക്കപ്പെട്ടിട്ട് 3 ആയുള്ളൂ. ഒരാമയും വരുന്നില്ല. ഞാനൊരു ദൂത് പറയാം. 72 മണിക്കൂർ മുമ്പ് രക്ഷിക്കപ്പെട്ടവന് നടക്കാൻ പോകുന്ന കാര്യം വെളിപ്പെടുത്തിയെങ്കിൽ പ്രാർത്ഥിക്കുന്ന നിന്നോടാ ദൂത്. ഇന്നു രക്ഷിക്കപ്പെട്ടവനും 50 വർഷം വേണ്ട, ഇന്നു രക്ഷിക്കപ്പെട്ടവനും ഒരാമയും പറഞ്ഞാട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ചിലതൊക്കെ വെളിപ്പെടുത്തി തരാൻ പോവാ. ചിലതൊക്കെ എന്തുവാ, ദേശത്ത് നടക്കുന്ന സംഭവങ്ങൾ വെളിപ്പെടുത്തി തരും. നിന്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തി തരും. നിനക്കൊരു പ്രതിബന്ധം വന്നാൽ ദൈവം വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. എത്ര പേർക്ക് അതിന് ആമീൻ പറയാൻ പറ്റും? എത്ര പേർക്ക് അതിനകത്ത് ആമീൻ പറയാൻ പറ്റും? ഇന്ന് വിട്ടിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് സംഭവം ഉണ്ടായി. ഞങ്ങളുടെ നെല്ലിക്കാലയിലെ വീട്ടിലൊരു അമ്മച്ചിയുണ്ട്. അമ്മച്ചിയെ തിരുവല്ല സായിപ്പിന്റെ ഹോസ്പിറ്റൽ പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോക്കോ, ചാകാൻ പോവാന്ന് പറഞ്ഞു. എല്ലാ അവയവങ്ങളും പോയെന്ന് പറഞ്ഞു. അങ്ങനെ ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായത്തോടെ വീട്ടിൽ കൊണ്ടുപോയി. അപ്പം എല്ലാവരും കാണാനും ഒക്കെ വരിക. ഇപ്പം മരിക്കും. പക്ഷെ ദൈവം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി ഗുളിക മൊത്തം നിർത്തിയാൽ ശരിയാവുമെന്ന്. ഗുളിക മൊത്തം നിർത്തി. അമ്മച്ചി ഇപ്പൊ ചാടി ഓടിയാ നടക്കുന്നത്. ഒരു വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ദൈവത്തിൽ നിന്ന് കിട്ടണം. നിന്നെ കുഴപ്പിച്ച വിഷയം പൊട്ടാൻ ദൈവം പറഞ്ഞാൽ അനുസരിക്കാൻ തയ്യാറാവും. എത്ര പേർ അതിന് ആമീൻ പറയാൻ പറ്റും? ഇന്ന് വിട്ടിരിക്കുന്ന ചിലരോട് ദൂത് പറയാം. നിന്റെ കൊച്ചിന് നല്ല ഭാവിയുണ്ട്. നിന്റെ കുടുംബത്തിനകത്ത് ചില വിടുതൽ നടക്കാൻ പോവാ. ദൈവത്തിൽ നിന്ന് ചിലത്. ഞാൻ വീണ്ടും പറയുന്നു, അനിപ്പാസ്റ്റർക്ക് വെളിപ്പെട്ടില്ല, നിനക്ക് വെളിപ്പെടും. നിനക്ക് വെളിപ്പെടും. ആ ബ്ലൂ ചുരിദാറിട്ട സിസ്റ്റർ ഒന്ന് കൈവക്കാവോ? ആ ബ്ലൂ ഹസ്ബൻഡ് വൈഫ് ഇരിക്കുന്നത് ആ ബ്ലൂ ഒന്ന് കൈവക്കിയാ മതി. ആ ഞാനാണോന്ന് ഇപ്പൊ ചോദിച്ചില്ല, ആ ആള് തന്നെ. നിന്റെ അടുക്കൽ ദൈവം വന്ന് നിൽക്കുക. ഇത്ര അകലെയാ, എഴുന്നേക്കണമെന്നൊന്നുമില്ല. നിന്റെ അടുക്കൽ ദൈവം വന്ന് നിൽക്കുക. ലോർഡ്, നീ പോകേണ്ട വഴി ഈ ദിവസങ്ങളിൽ വെളിവായി വരാൻ പോവാ. മരുഭൂമിയിൽ വഴി വരയ്ക്കുന്നത് പോലെ നിന്റെ ഭാവിയുടെ വഴി ദൈവം വരയ്ക്കാൻ പോവാ. തടച്ചു നിർത്താൻ കഴിയാത്ത വാഗ്ദത്തങ്ങൾ നിന്റെ മേൽ വരാൻ പോവാ. ഇരുന്നാട്ട് ഞാൻ ഇച്ചിരുടെ ഗഹനമായി ദൂത് പറയട്ടെ. ഇരുന്നാട്ട് ചിലതൊക്കെ നിനക്ക് വെളിപ്പെടുത്തി തരും. ഇന്ന് ചിലതൊക്കെ വെളിപ്പെട്ടഴിയണം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഈ ആരാധന നടക്കുമ്പോൾ നിന്റെ ബിസിനസിന്റെ തടസ്സം എവിടാ? നിന്റെ ജോലിയുടെ തടസ്സം എവിടാ? നിന്റെ കുടുംബജീവിതത്തിന്റെ തടസ്സം എവിടാ? അത് നിനക്ക് യേശു ഞാൻ 1-2 കാര്യം നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ അറിവിലേക്ക് പറയാം. കുറച്ചു ദിവസം മുമ്പ് ഒരപ്പനും അമ്മയും മോളെയും കൊണ്ട് എൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, എൻ്റെ മോളെ കല്യാണം കഴിച്ചു. ഭർത്താവിന് ഇവളോട് ഭയങ്കര ദേഷ്യ. അതുകൊണ്ട് ഇവർ രണ്ടുപേരും കോടതി കേസ് കൊടുത്തിരിക്കുക. അടുത്ത മാസം വിധി വരാൻ പോവാ. ലോർഡ്, ഞാൻ പ്രാർത്ഥിക്കാൻ യേശുവിനോട് പറഞ്ഞു, വിധി വരത്തില്ല, അതിനു മുമ്പേ അവൻ നിന്നെ തേടി നിന്റെ വീട്ടിൽ വരും. ലോർഡ്, വീണ്ടും ഒന്നിപ്പിച്ചോണം. കോടതിയിൽ നിന്ന് കേസ് ക്യാൻസൽ ചെയ്തോണം. രണ്ടുപേരും ദൈവം അനുഗ്രഹിക്കാൻ പോവാ. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചു പറഞ്ഞു, സ്തോത്രം, വിധിക്ക് മുമ്പ് മോൻ വന്നു, കേസെല്ലാം പിൻവലിച്ചു, ഇപ്പൊ രാജകീയമായിട്ട് ജീവിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയാം, നടക്കുമെന്ന് പറയുന്നതല്ല നടക്കാൻ പോകുന്നേ. അറിയിപ്പ് ഞാൻ തരുക. ചിലർക്കൊക്കെ ദൈവം അറിയിപ്പ് തരിക. ചിലരുടെ ഗതികേട് ഈ ദിവസങ്ങളിൽ പൊട്ടും. ചിലരുടെ
ഞാനാണ് ഒരു ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്ന ആളാ. സ്തോത്രം. അപ്പം ശുശ്രൂഷ തുടങ്ങി. ഞങ്ങളുടെ വീടൊക്കെ ഒത്തിരി പഴകി. അപ്പോൾ ഒരു വീട് വെക്കണം. ലോഡ്, ആ വീട് വെക്കാനുള്ള ചില വഴികൾ മുമ്പിലുണ്ട്. പക്ഷെ ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും ഒറ്റ വാശി, നമ്മുടെ ഗ്രാമം വിട്ട് പോകാൻ പാടില്ല. നമ്മുടെ ഗ്രാമം വിട്ട് ചെന്നാൽ നമ്മളെ അറിയാത്തവരാ. ഇവരുടെ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. ലോഡ് ജീസസ്. ബന്ധുക്കാരും എല്ലാം കൂടെ കയറി പിടിച്ച് ഇവിടെ തന്നെ പാർക്കണം. എന്നോട് ദൈവം ഒരു ദിവസം പറഞ്ഞു, നിങ്ങൾ കുടുംബമായിട്ട് എഴുന്നേറ്റ് വീടിന് ചുറ്റും നടന്ന് പ്രാർത്ഥിക്കണം, വഴികൾ തുറക്കും. എടാ, വീടിന് ചുറ്റും നടന്ന് പറഞ്ഞാൽ എങ്ങനെ വഴി തുറക്കുന്നത് എനിക്കറിയത്തില്ല. ഞങ്ങൾ 3-4 ദിവസം നടന്ന് പ്രാർത്ഥിച്ചു. 5-ാം ദിവസം ഞങ്ങൾക്ക് അവിടുന്ന് പൊങ്ങാനുള്ള വഴി ഓപ്പണായി. മനുഷ്യൻ പറയുന്നത് അല്ലിവിടുത്ത വിഷയം ദൈവത്തിൽ നിന്ന് കിട്ടണം. എത്ര പേർ വിശ്വസിക്കും ദൈവത്തിൽ നിന്ന്? ഞാനിവിടെ ഇരിക്കുന്ന ചില ഞാൻ അങ്ങനെ വീട് പണി തറ കെട്ടി വീട് പണിയാൻ കാശില്ല. അങ്ങനെ തറയിൽ കൂടെ നടന്ന് പ്രാർത്ഥിക്കാം. വൈകിട്ട് 6 മണിക്ക് ഉടനെ ഒരു ശബ്ദം കേട്ടു, യഹോവ വീട് പണിയും. കണ്ടോ, കരുത്ത് തരുന്ന ദൂത. ഇത് ചുമ്മാ അല്ല ഇവിടെ നിർത്താൻ ചെയ്യുന്നേ. ഓരോ മിനിറ്റും ശബ്ദം കേട്ടോണ്ടിരിക്കുക. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ദൂത് പറയാം, ഇപ്പോൾ നീ അനുഭവിക്കുന്ന പ്രതിസന്ധി, ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക. ചില പേപ്പറുകളുടെ മേൽ ചലനങ്ങൾ വരാൻ പോകുന്നു. ചില രാജ്യങ്ങളുമായി കണക്ട് ആകാൻ പോകുന്നു. ഈ ചർച്ചിനകത്തൊരു റിവൈവൽ. എവിടോ ഒരു ദൈവപ്രവർത്തിയുടെ ഓപ്പണിങ്. ഇനി വെളിപ്പെടുത്തുന്നത് പോലെ തന്നെ ഒരു വരമാ താഴെ എഴുതിയേക്കുന്നേ, വിവേചന വരം. എന്തുവാ വിവേചന വരം? ഈ ദൈവമക്കൾക്ക് ഏറ്റവും ആവശ്യം വിവേചന വരം. ഒരുത്തൻ നിന്നെ വഞ്ചിക്കാൻ വന്നാൽ അവൻ അടുക്ക വരുമ്പോ നിനക്ക് വിവേചന വരവുണ്ട്, വിവേചിക്കാം. വേണ്ടേ? വലിയ ഉണർവ് നടക്കുമ്പോ പത്രോസ് ഉപദേശയുടെ അടുക്കൽ ഒരു കുടുംബം വസ്തു വിറ്റേച്ച് കാശുമായിട്ട് വന്നു. കാശ് കാണുമ്പോൾ നിന്റെ കണ്ണ് മഞ്ഞളിക്കൊന്നും ചെയ്യരുത്. വിവേചനവരം വേണം. അവിടെ മിണ്ടുന്നില്ല. എങ്ങാണ്ട് കുറച്ച് രൂപ കിട്ടി എന്റെ ബ്രദറെ ആരെ കമത്തിയാലും വേണ്ട, രൂപ വേണമെന്ന് ചിന്തിക്കരുത്. പത്രോസിന്റെ അകത്ത് ദൈവാത്മാവ് പറഞ്ഞു, അമ്മി അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ സാത്താൻ നിന്റെ ഹൃദയത്തെ വിവേചിച്ചവനെ. ചിലക്ക് യോധന ഞെളിവിരി കൊള്ളുന്ന കാണത്തില്ല. എന്റെ കാര്യം നിന്നോട് തന്നെയാ, വിവേചിക്കുക. നിന്നെ അവൻ അവിടെ കടന്നു ചേർത്തു. അവിടെ ഈ അപ്പോസ്തലന്റെ അധികാരം അറിയാമോ? ഭർത്താവിനെ അടക്കിയ വിവരം ഭാര്യ അറിഞ്ഞില്ല. ഭാര്യ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വാനിറ്റി ബാഗും തൂക്കി ഹമ്മി സ്വത്രം വണ്ടിയും പാർക്ക് ചെയ്ത് വെച്ച് വരിക. പത്രോസ് ഇത്രയ്ക്കാണോ? ബൈബിൾ അറിയാവുന്ന വായിപ്പിക്കാത്ത അതേന്ന് പറഞ്ഞു. നിന്റെ ഭർത്താവിനെ കുടിച്ചിട്ടവരുടെ കാൽ ഒരു കാർഡിയാക് അറസ്റ്റ് താഴെ വീഴും. നമ്മളാന്നെ വീടുകയല്ല, ചാവുവാന്നെ ഇങ്ങനെയാകണം. പത്രോസ് കാൽക്കൽ കടന്ന യത്തെ അവിടെ മിണ്ടുന്നില്ല. പിടി കിട്ടിയോ? പൗലോസ് ശുശ്രൂഷിച്ചോണ്ടുമ്പോ പറയാൻ വരിക, ഇതാ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം. നിന്നെ പൊക്കി പറയുന്നതിനൂടെ പോലെ വിവേചിച്ചോണം. അവിടെ മേൽ വ്യാപരിക്കുന്ന ആത്മാവേദാന്ന്. ഇതിനാ വിവേചനവരം. എന്താ വേണം? സ്തോത്രം. ഒരിക്കല് നമുക്ക് വളരെ പരിചയമുള്ളൊരു കുടുംബം. ആ കുടുംബത്തിലുള്ള മോടെ കൂടെ പണ്ട് ജോലി ചെയ്തൊരു കൊച്ചു ബോംബെന്ന് വന്നു. 4 ദിവസം താമസിക്കാൻ വന്ന. 1-ാം ദിവസം ആ കൊച്ചിന്റെ അമ്മ പറഞ്ഞു, ഇവളെ ഇറക്കി വിട്ടണം, ഇന്ന് ഇവളെ ഇറക്കി വിടണം. അപ്പൊ ആ കൊച്ചു ചോദിക്കുക, അമ്മ എന്റെ ഫ്രണ്ടല്ലേ? ഫ്രണ്ടൊക്കെയാ, പക്ഷെ ഇവളെ ഇനി 1 മിനിറ്റ് ഇവിടെ താമസിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ പറഞ്ഞു, ഞാനും ഇറങ്ങുവാന്ന് പറഞ്ഞു. നീ ഇറങ്ങിക്കോ, നീ ഇറങ്ങിയാലും എനിക്കില്ല, ഇവളെ ഞാൻ താമസിപ്പിക്കുക. ഇറങ്ങുവാന്ന് പറഞ്ഞിട്ട് അവളെ ഇറങ്ങിയില്ല. ഇവളെ പോയി ഒരു ഹോട്ടൽ എടുത്തു കൊടുത്ത് ആ ഹോട്ടലിൽ താമസിച്ച് ഇവിടെ വന്ന അമ്മയോട് മിണ്ടത്തില്ല. പിന്നെ 4 ആഴ്ച കഴിഞ്ഞപ്പോൾ പോലീസിൽ അവിടെ ചെന്നു.
ഇവിടെ ഒരു ബോംബെക്കാരി കൊച്ചു താമസിച്ചോ? അന്ന് കള്ളനോട്ട് കേസിലെ പ്രതിയാ, മുങ്ങി വന്ന് പാർത്തതാ. ഹോട്ടലിൽ ചെന്ന് തപ്പിയപ്പം നിന്റെ മോഡ് അഡ്രസ്സാ കിടക്കുന്നത്. അവിടെ കയ്യാൽ അന്നേരെ വിലങ്ങി വെച്ചു. അമ്മ മാറിയിരുന്ന് പറഞ്ഞു, ഈ വീട്ടിൽ വരുന്നവരെ വിവേചിക്കുന്ന കൃപയായണ്ടേ. ഒരു ദൂത് ഞാൻ പറയാം, പ്രാർത്ഥിക്കുന്ന ഭേദങ്ങളെ വിവേചിക്കാൻ ഇന്നിനകത്ത് കൃപാവരങ്ങൾ ജ്വലിക്കണം. നീയുമായി കൂട്ടുകെട്ടുന്നവനെ വിവേചിക്കണം. അവൻ നിന്നെ തീർക്കാൻ വന്നതാണോ? അവൻ നിന്നെ എല്ലായിടത്തും നിനക്ക് നിൽക്കാൻ പറ്റത്തില്ല. നിന്റെ അകത്ത് വിവേചന വരം. സമയം പോയി. എന്നാലും 2 വാക്ക് ഇനി ഇത് നാളെ പറയാൻ പറ്റുന്നില്ലല്ലോ. ഇതോടെ ഇത് നിർത്തുക. അടുത്ത ദൂത് അടുത്ത ആഴ്ച. അതുകൊണ്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് പറയുക. ഈ സ്തേഫാനോസിനെ കൊന്നപ്പം ശിഷ്യന്മാര് ചെതറി. അതിൽ ഫിലിപ്പോസ് എന്ന് പറഞ്ഞ ഒരു പുള്ളി ശമരിയ പോയി. ശമരിയ ചെന്ന് ഫിലിപ്പോസ് സുവിശേഷം പറഞ്ഞു. സുവിശേഷം പറഞ്ഞപ്പം മുടന്തരും ഭൂതഗ്രസ്തരും എല്ലാം സൗഖ്യമായപ്പം അപ്പോസ്തലന്മാർ അറിഞ്ഞു, സ്തോത്രം, ഇവരവിടെ സൗഖ്യമായത്. അതുകൊണ്ട് പത്രോസിനെ മറ്റൊരു ദൈവദാസനെ അങ്ങോട്ട് വിട്ടു. അവനവിടെ ചെന്നപ്പം ദൈവത്തിന് സ്തോത്രം, ഈ ശമരിയിൽ സ്നാനപ്പെട്ട എല്ലാവരുടെ മേലും കൈവച്ചു. അവരെല്ലാം അഭിഷേകം പ്രാപിച്ചു. അപ്പം സ്തോത്രം, ശിമയോൻ എന്ന് പേരെന്നൊരു പുള്ളി, ഹല്ലേലൂയ, പുള്ളി വന്നേച്ച് പറഞ്ഞു. ആ ഭാഗം ഒന്ന് എടുക്കുന്ന 9-ാം അധ്യായം, ഹല്ലേലൂയ, സോറി 8-ാം അധ്യായം. ശിമോൻ എന്ന് പേരുള്ള ഒരു പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്തു. അല്ലല്ല, ഹല്ലേലൂയ, 8-ാം അധ്യായം 18-ാം വാക്യം, ഹല്ലേലൂയ, 8:18. അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശിമോൻ കണ്ടാറേ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു. ഞാൻ ഓരോരുത്തരുടെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിപ്പാൻ തക്കോണം ഈ അധികാരം എനിക്കും തരയണമെന്ന് പറഞ്ഞു. ശിമോൻ ഒരു കാഴ്ച കണ്ടു. അപ്പോസ്തലന്മാർ കൈവച്ചപ്പോ എന്താ കിട്ടുന്നു? പരിശുദ്ധാത്മാവ്. അപ്പൊ പുള്ളി പറഞ്ഞു, ഞാൻ ഒരു 5 ലക്ഷം രൂപ തന്നേക്കാം. എന്നെ നോക്കിയിരിക്കും, 5 ലക്ഷം രൂപ തന്നേക്കാം. ഞാൻ കൈവെക്കുമ്പോ എല്ലാരും എന്ത് ചെയ്യണം? ഇവൻ ആരാന്നറിയോ? ഇവ പണ്ട് മഹദി എന്ന് പറയുന്ന ശക്തിയിൽ എന്നാൽ ശിമോൻ എന്ന് പേരുള്ള ഒരു പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്തു. താൻ മഹാൻ എന്ന് പറഞ്ഞ് ശമര്യ ജാതിയെ ഭ്രമിപ്പിച്ചു പോന്നു. ഇവൻ മഹദി എന്ന ദൈവശക്തിയാകുന്നെന്ന് പറഞ്ഞ് ആബാലവൃദ്ധം എല്ലാവരും അവനെ ശ്രദ്ധിച്ചു വന്നു. ഇവനെ ഈ ഫിലിപ്പോസിന്റെ ശുശ്രൂഷയിൽ എന്തോ എന്നറിയാമോ? ഇവന്റെ കെട്ടങ്ങ് പൊട്ടി. അങ്ങനെ ചിലരുടെ ശുശ്രൂഷ ചിലരുടെ കെട്ടങ്ങ് പൊട്ടും. അതിനായി മാറി മാറി ദൈവദാസന്മാരെ വരുത്തുന്നേ. എനിക്ക് മാത്രമേ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഇടയ്ക്കിടയ്ക്കൊന്ന് മാറി മാറി വരണം. പറ്റുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിച്ച് കേൾക്കണം. അത് പാട്ടായാലും പ്രസംഗമായാലും ദൂതായാലും അരുളപ്പാടായാലും ആലോചനയായാലും മാറി മാറി കേൾക്കണം. അതെന്നാ കാര്യം? ദൈവത്തിന് സ്തോത്രം. ഓരോരുത്തർക്കും ഓരോ അഭിഷേകമാണ്. ഓ ഹല്ലേലൂയ. ഞാൻ മൊത്തം ബൈബിൾ പഠിച്ചാൽ എനിക്ക് അങ്ങനെ ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞുകൊണ്ട് നടക്കരുത്. എല്ലാ ശുശ്രൂഷയും അംഗീകരിക്കണം. ബൈബിൾ പറയുന്ന എല്ലാ മിനിസ്ട്രിയും അംഗീകരിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പം ആഭിചാരം ചെയ്ത് ജനത്തെ ഭ്രമിപ്പിച്ചുകൊണ്ടിരുന്നവനാ ഇവൻ അങ്ങ് രക്ഷിക്കപ്പെട്ടു വന്നപ്പോൾ ഈ കൈവെക്കുന്ന എല്ലാവർക്കും എന്താ കിട്ടുന്നു? അപ്പൊ പുള്ളി ചില്ലറയും കൊണ്ട് വന്നു. ഞാനൊരു ദൂത് എന്നോട് തുറന്നു പറയാം. സ്തോത്രം. പത്രോസ് അവനെ വിവേചിച്ചു. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നമുക്ക് വിവേചനവരം വേണം. സാഹചര്യങ്ങളെ, വ്യക്തികളെ വിവേചിക്കുന്ന വരം. നിന്റെ കൂടെ കൂടിയവൻ നിന്നെ തീർക്കണം. ഞാൻ ഒരിക്കലൊരു രാജ്യത്ത് വചനം പ്രസംഗിക്കാൻ പോയപ്പം ഒരു അച്ചായന്, പുള്ളി കത്തോലിക്ക പള്ളി പോകുന്ന അച്ചാനാ, അച്ചാൻ്റെ കമ്പനിയിൽ പ്രാർത്ഥിക്കാൻ ചെന്നപ്പം അച്ചാൻ ഇരിക്കുന്ന കസാര എന്നെ ഇരുത്തി. ഒരു വലിയ കമ്പനിയുടെ ചെയർമാൻ ഇരിക്കുന്ന കസാര ഞാനിരുന്നു. അപ്പം ഒരു ട്രേക്കകത്ത് നല്ല ആപ്പിൾ ജ്യൂസുമായിട്ടൊരു സുന്ദരിയായ പെങ്കൊച്ചു വന്നു. ആപ്പിൾ ജ്യൂസ് എനിക്ക് തന്നപ്പോൾ എന്നെ പുള്ളിക്കാരത്തെ പരിചയപ്പെടുത്തി. പ്രൈവറ്റ് സെക്രട്ടറിയാ. ഞാൻ പോകുന്നിടത്ത് പറഞ്ഞു, നോക്കി നിന്നില്ല നിന്നെ അവൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അവിടെ നോക്കി നിന്നില്ലേ, അയ്യോ മോളെ പോലെ. 3 കൊല്ലം കഴിഞ്ഞപ്പോൾ എറണാകുളത്ത് ഞാൻ യോഗത്തിന് ചെന്നപ്പം എന്നെ കാണാൻ വന്നേക്കും. എന്തുവാ, മൊത്തം കമ്പനി വരെ അവൾ കൊണ്ടുപോയി. വിവേചിച്ചോണം. കൂടെ കൂടുന്നതൊക്കെ ചോയ. നിനക്ക് വിവേചന വരം വേണം.
ഏതു സ്ഥലത്ത് ചെന്നാലും നീ വിവേചനവരം വേണം നിനക്ക്. ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ ദൈവാത്മാവ് ഇവിടെ താമസിക്കരുത്, പൊക്കോ, പോയേക്കണം. ചില വീട്ടിൽ ചെന്ന് അവിടെ താമസിക്കരുത്, പൊക്കോണം. ഒരു ദിവസം രാവിലെ എനിക്ക് ഭയങ്കര പൈസയ്ക്ക് ആവശ്യമായിട്ട് ഞാനിങ്ങനെ ഇടുക്കി പാമ്പനാറിലിരിക്കുക. അന്ന് നമുക്ക് ഓർഫണേജൊക്കെ ഉണ്ട്. രാവിലെ ഒരു മനുഷ്യൻ നക്ഷത്രം പോലെ വന്ന് എന്നോട് പറയുക, എന്നെ യേശു പറഞ്ഞയച്ച പാസ്റ്റർക്ക് കുറച്ച് പൈസ തരാമെന്ന് പറഞ്ഞ് ഒരു കവർ എടുത്തു. ഞാൻ പറഞ്ഞു, നിൻ്റെ ഇന്ന് വാങ്ങിക്കരുതെന്ന് ദൈവം എന്നോട് പറഞ്ഞു. നിൻ്റെ എന്ന്? അയ്യോ, അത്രയും കൂടെ കാശ് കിട്ടിയാൽ തീരാത്ത ആവശ്യം നിൽക്കുക. എന്നോട് പരിശുദ്ധാത്മാവ്, ഞാൻ പറഞ്ഞു നിന്നോട് ദുരാത്മാവാ പറഞ്ഞു. എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു. എൻ്റെ കൂടെ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ എനിക്ക് നല്ല പരിചയമാണ്. പോയി കഴിഞ്ഞപ്പോൾ നമുക്കും ഒരു ചെറിയ ആശങ്ക, ഓ ദൈവം തന്ന വഴിയാണോ ഇനി? ഞാൻ മാനുഷികമായിട്ടല്ല, ഞാൻ വലിയ പുള്ളിയാണെന്നൊന്നും പറയും, ഞാൻ ഉള്ള അവസ്ഥ പറയുക. 4:45 പീരുമേട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് ജീപ്പ് വന്നു. പാസ്റ്ററെ, ഇന്നൊരാൾ കാശ് കൊണ്ടുകൂടെ വന്നോ? ഞാൻ പറഞ്ഞു വന്നായിരുന്നു, പരിശുദ്ധാത്മാവ് വാങ്ങിക്കല്ലെന്ന് പറഞ്ഞ് തിരിച്ചു വിട്ടെന്ന് പറഞ്ഞു. SI കൈ തരുന്ന ചോദ്യം, നിങ്ങൾക്ക് ശരിക്കും ദൈവ മനുഷ്യനാ? അയാളോടത്തൊന്ന് അടിച്ചുകൊണ്ട് വന്ന കാശാ. പിടികിട്ടിയോ? വിവേചനപരം വേണം. ഈ കോട്ടയം പട്ടണത്തിൽ ഒരു വീട്ടിൽ ഞാനിൽ ഇനിയും ഒരു ദിവസം രാവിലെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ആ വീട്ടിലെ ആൻറ്റി പറഞ്ഞു, പാസ്റ്ററെ ഇതൊന്നും ലൈവ് ഉള്ളപ്പോൾ പറയല്ലെന്ന്, എന്നാലും അങ്ങ് പറഞ്ഞു പോവാ. പരിശുദ്ധാത്മാവ് പറയുന്നു പാസ്റ്റർക്ക് കുറേ പൈസ തരണമെന്ന്. ചെക്ക് എടുത്ത് വെച്ച് പേനയും കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു വാങ്ങിക്കല്ലെന്ന്. ഇതിൻ്റെ കാരണം എന്നാണെന്നറിയോ? ഞാൻ ജോലി ചെയ്ത പൈസയാണ്. ഭർത്താവ് അറിഞ്ഞിട്ടില്ല. ഭർത്താവ് അറിയാതെ ഇത് തന്നാൽ നാളെ ഭർത്താവ് വരുമ്പം ചോദിക്കും ഈ പൈസ എവിടാ? അത് പാസ്റ്റർക്ക് കൊടുത്തു. നാളെ മനോരമ ഫോട്ടോ വരും, പ്രാർത്ഥിക്കാൻ പോയ പാസ്റ്റർ. വിവേചനപരം വേണം. നിനക്ക് നന്മ ഇരിക്കുന്നിടത്ത് വന്നോളുമെന്നേ. നിങ്ങൾക്കറിയാം, ദൈവദാസന്മാരെ വെട്ടിലാക്കാൻ ധാരാളം ശക്തികളുണ്ട്. അവിടെ ഞാനിതെല്ലാം തുറന്ന് പ്രസംഗിക്കുന്നത് നിനക്ക് വിവേചനപരം വേണമെന്നാ. എന്റെ വീട്ടിൽ വന്ന ഒരാൾ 2 ദിവസത്തേക്ക് വണ്ടി വെച്ചാൽ ഞാൻ കൊടുക്കത്തില്ല. കാരണം വല്ല പൊതി വെച്ചു തിരിച്ചു തന്നാ ഞാനകത്തു പോകും. പിടികിട്ടിയോ? എന്നാ കാര്യം? വിവേചനപരം വേണം. നിനക്ക് പരിശുദ്ധാത്മാവിനെ തന്നത് കടുക് പൊട്ടുന്ന 3 അന്യഭാഷ പറഞ്ഞിട്ട് പോകാനല്ല, ഭേദങ്ങളെ വിവേചിക്കണം. നിന്റെ ഓരോ മൂവ്മെന്റ്സിനകത്തും ഹോളി സ്പിരിറ്റിന്റെ ഇടപെടൽ ഉണ്ടാകണം. ആത്മാവ് ആഴങ്ങളെ ആരായും. ആഗ്രഹമുണ്ടോ അടുത്ത തലത്തിലോട്ട് കയറാൻ? നിനക്ക് വിവേചനപരം തരട്ടെ. നിന്റെ കുഞ്ഞിന്റെ നിന്റെ വീട്ടിൽ വരുന്ന കൂട്ടുകാരൻ നിന്റെ കൊച്ചിനെ ഒതുക്കാനാ വരുന്നെങ്കിൽ അവനെ വിവേചിക്കണം. നിന്റെ മോളുമായിട്ട് ആവശ്യമില്ലാതെ ഫോൺ സന്ദേശം ഉള്ളവൻ നിന്റെ കൊച്ചിനെ വഴിതെറ്റിക്കാനാ വരുന്നെങ്കിൽ വിവേചിക്കണം. മാതാവ്, ഇതെല്ലാം നിന്റെ 15 രൂപയുടെ ഒരു പായ നടക്കുന്ന കാര്യമാണ്. 15 രൂപയുടെ ഒരു പായ ഇരുന്നാൽ മതി, കാര്യങ്ങളെ നിയന്ത്രിക്കപ്പെടും. കപ്പല് വലിയതാണ്, പക്ഷെ ഒരു കപ്പിത്താനാ നിയന്ത്രിക്കുന്നത്. പ്രാർത്ഥിക്കുന്ന നീ നിയന്ത്രിക്കണം നിന്റെ വീടിനെ, നിന്റെ സന്തതിയെ. ദൈവത്തിൽ നിന്ന് ചില ഇൻഫർമേഷൻ, ദൈവത്തിൽ നിന്ന് അറിയിപ്പ് നിനക്ക് ലഭിക്കട്ടെ. ചതിവ് പറ്റരുത്. എനിക്കും നിനക്കും ചതിവ് പറ്റരുത്. നമ്മൾ ചതിക്കപ്പെടാൻ 1 മിനിറ്റ് മതി. നമ്മൾ ബന്ധിക്കപ്പെടാൻ 1 മിനിറ്റ് മതി. അനുവദിക്കരുത്. വിവേചനപരം വേണം. പ്രവചിച്ചില്ലേലും വിവേചനപരം വേണം. വെളിപ്പാടില്ലേലും വിവേചനപരം വേണം. നിനക്ക് ദൈവം ചിലത് വെളിപ്പെടുത്തി തരും.